ജിജുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വെജിറ്റബിൾ വീഡിയോ അല്ലേ വരണേ. അതിൻ്റെ ഇടയ്ക്ക് കുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ചിലർ ചോദിച്ചു തുടങ്ങി കുക്കിംഗ് നിർത്തിയോ എന്നൊക്കെ. അപ്പോൾ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണുന്നത്. ഞാൻ എൻ്റെ സ്റ്റൈല്, അപ്പോൾ പലരും പല സ്റ്റൈലിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും. കോവിഡായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. എല്ലാവർക്കും നല്ലത് മാത്രം നടന്നുകൊണ്ട് വീഡിയോയിലേക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒക്കെ എല്ലാം പരിചയപ്പെടുത്താം. ഇത് ബോൺലെസ് ചിക്കനാണ്, എല്ലില്ലാത്ത ചിക്കൻ. അപ്പോൾ അത് കഷ്ണം നുറുക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. 2 കിലോ ആണ് ഞാൻ എടുത്തേക്കണം. ഇത് എല്ലുള്ളതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ എല്ലില്ലാത്തതാണ് എടുത്തത്. അപ്പോൾ ഇത് 2 കിലോ ചിക്കനാണ്. ചിക്കൻ 2 കിലോ. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ക്യാപ്സിക്കം 1.5 വേണ്ട ഒരെണ്ണം, പിന്നെ അതിൻ്റെ പകുതി. അപ്പോൾ 1.5 എണ്ണം കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്യുക കഷ്ണങ്ങളായിട്ട്. അതായത് ക്യൂബ്സായിട്ടോ അല്ലെങ്കിൽ സ്റ്റാറായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇത് തന്നെ ചുമപ്പും മഞ്ഞയും ക്യാപ്സിക്കൊക്കെ കിട്ടും. അത് മിക്സ് ചെയ്ത് ഇടുന്നവരുണ്ട്. നമുക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ അതിലേക്ക് ഒരു സബോള, ഈ വലിപ്പമുള്ള ഒരു സബോളയാണ് ഒരു സബോള നമ്മൾ ചതുരനായിട്ട് ഇത് കട്ട് ചെയ്ത് വേണ്ട ക്യൂബ്സ് പോലെ തന്നെ കട്ട് ചെയ്ത് അതിനെ നമ്മൾ ഇതുപോലെ അടർത്തി ഇടണം. എല്ലാം ഇതുപോലെ നമ്മൾ ഓരോന്നിനെയും അടർത്തി എടുത്ത് വയ്ക്കുക. ഇതുപോലെ നമ്മൾ അടർത്തണം കഷ്ണങ്ങളാക്കിയിട്ട്. അങ്ങനെ ഒരു സബോള, പിന്നെ 2 കറിവേപ്പിൻ്റെ 2 ലീഫ് അത് ഇത് ചോപ്പ് ചെയ്ത് വെച്ചതാണ് ഞാനിത്. പിന്നെ 2 പച്ചമുളക് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി അതും ഇത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഉണ്ടാകും. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനിടുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് ഇത്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നമ്മുടെ ഉള്ളിയുടെ നമ്മൾ സവോളയൊക്കെ മുളപ്പിക്കുന്ന സ്പ്രിങ് ഓണിയൻ മുളച്ചിട്ടുള്ള സ്പ്രിങ് ഓണിയനാണത്. അതിൻ്റെ മുളച്ച ഇതാണത്. അതാണ് പിന്നെ നമുക്ക് ആവശ്യം. ഇതിനെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് പകുതി ഇതിൽ പച്ചയുള്ള ഭാഗം നമ്മൾ മാറ്റി വയ്ക്കും. അത് നമ്മൾ ഇതിനെ കുക്കിംഗ് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാനും ബാക്കി ഭാഗം നമ്മൾ കുക്കിങ്ങിൽ അതിൽ ആഡ് ചെയ്യും. പിന്നെ വേണ്ടത് ഹോട്ട് സോസാണ്. ഞാൻ ഈ സോസാണ് ഉപയോഗിക്കണേ. ഒത്തിരി ഹോട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് ഹോട്ട് സോസാണ്. പിന്നെ ഞാനിതിൽ പിന്നെ വേണ്ടത് നമ്മുടെ സോയ സോസാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ കോൺഫ്ലവറാണ്. പിന്നെ വേണ്ടത് എണ്ണ വേണം. പിന്നെ ഈ കോൺഫ്ലവർ തന്നെ 2 സ്പൂൺ നമ്മൾ കലക്കി വെച്ചേക്കാണ്. അത് ലാസ്റ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, എണ്ണ, പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിത് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാണാം. നമ്മളെന്താ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ഇതിന് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ചേർക്കും. ഇച്ചിരി മുളക് പൊടി കൂടി ചേർക്കും. അത് കുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചേർക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇച്ചിരി സ്പൈസി ആവശ്യമായതുകൊണ്ട് അതാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ അത് ഒത്തിരി അല്ല, കുറച്ച് 1 സ്പൂണ് മുളക് പൊടിയും കൂടി നമ്മളതിൽ ചേർക്കും. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ഇത് വെക്കണം. ഒരു 1/2 മണിക്കൂർ മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിത് സോയ സോസാണ്.
സോയ സോസ് നമുക്ക് സോയ സോസ് 2 സ്പൂണ് ഫുള്ളായിട്ട്. ഇനി ഹോട്ട് സോസ്, ഞാൻ ഈ ഹോട്ട് സോസാണ് ഉപയോഗിക്കണേ. ഹോട്ട് സോസ് അതൊഴിച്ചു. പിന്നെ അതിലേക്ക് നമുക്ക് ഇച്ചിരി സോൾട്ടാണ് വേണ്ടത്. പിന്നെ കുരുമുളക് പൊടിയാണ് വേണ്ടത്. നമ്മൾ നമ്മുടെ കുരുമുളക് പൊടിച്ചത് തന്നെയാണ്, അതാണ് നന്നാവുക. അപ്പോൾ കുരുമുളക് പൊടി അല്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ലോണം 1 സ്പൂണ് ഇട്ടിട്ടുണ്ട്. നമുക്ക് കോൺഫ്ലവർ ഇടണം. കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ കോൺഫ്ലവർ നമുക്കൊരു 2 ടീസ്പൂണ്. എൻ്റെ ടീസ്പൂൺ വേണ്ട, ഈ വലുപ്പമുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് 1 ടീസ്പൂൺ. നമുക്ക് മിക്സ് ചെയ്ത് ഇവിടെ അടച്ചു വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് 1 മണിക്കൂർ ഇരിക്കണം. എന്നാലാണ് ഇത് അല്ല മിക്സ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അത് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ വറുക്കാം. ചിക്കൻ വറുക്കാൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അധികം നേരമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിനധികം നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക നല്ലത്. ചിക്കൻ നമ്മൾ വറക്കാൻ പോകണം. അത് കഴിഞ്ഞ് 2 മിനിറ്റ് മാക്സിമം 3 മിനിറ്റ്. അപ്പോൾ അത്രയും അതിൻ്റെ വേവ് വേണ്ടു. ഒത്തിരി ചില്ലിയായിട്ട് നമ്മൾ എടുക്കില്ല. ഇപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ കണ്ട ഈ പാകമാവാൻ പാടുള്ളൂ, ഒത്തിരി ചില്ലി ആവാൻ പാടില്ല. അല്ല, ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ എടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്, നമ്മൾ കോരിയെടുക്കുകയാണ്. അടുത്ത നമുക്ക് സ്റ്റെപ്പിലേക്ക് ഈ എണ്ണ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അതല്ല ചിലർക്ക് വേറെ പുതിയ എണ്ണ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ ഈ എണ്ണ തന്നെയാണ് എടുക്കണം, എണ്ണയുടെ ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഒന്ന് പറയാൻ വിട്ടുപോയി, ഇതിൽ ടൊമാറ്റോ സോസ് കൂടി വേണം നമുക്ക്. അപ്പോൾ അതുകൂടി നിങ്ങൾ അത് ആഡ് ചെയ്യുക. അപ്പോൾ ടൊമാറ്റോ സോസും കൂടി വേണം. അപ്പോൾ ടൊമാറ്റോ സോസും കൂടി നിങ്ങളിത് ചെയ്യുമ്പോൾ കലക്കണം. എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും ഇത് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നല്ല തീയിൽ പെടുപെടാന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഒരു കാര്യം കഴിഞ്ഞൊരു സാധനം എടുക്കാൻ പോകുമ്പോഴേക്കും ചെറിയ തീയിൽ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന പോലെ ചെയ്താൽ ഇത് ഒന്നാവില്ല, അതിൻ്റെ സ്വാദ് കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഇതൊന്നും എടുക്കാം. ഒഴിക്കാം. കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചൂടായ ഓക്കെ അത്ര എണ്ണ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഫുള്ളായിട്ട് ഒരു 1-1.5 അതെ ഞാൻ കുറേശ്ശെ കോരിയെടുത്തത്. അത് ആദ്യത്തെ ഇത് മാത്രം ചെറിയ ചൂടിലൊന്ന് വഴറ്റിയെടുക്കാൻ, വലിയ കരിഞ്ഞു പോകില്ലെങ്കിൽ ആദ്യത്തെ മാത്രം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് വാടുക വേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് ഞാനിട്ടത് വെളുത്തുള്ളിയാണ് ഫസ്റ്റ് ഇട്ടത്.
ഒന്ന് വാടാനേ പാടുള്ളൂ. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കും. ഒന്ന് വാടി നല്ല എണ്ണയിൽ ഒന്ന് വാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു പച്ചമുളക് ഇട്ടു. അടുത്ത് നമ്മളിടുന്നത് സവാളയാണ്. ക്യാപ്സിക്കം ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു പരിധി വരെ നമ്മൾ സോയാ സോസ് ഒഴിക്കുകയാണ്. ഇതിലൊരു ഒരു 2-3 സ്പൂണ് സോയാ സോസ്, ഹോട്ട് സോസ് ഒരു 2 സ്പൂണ്, 2-3 സ്പൂൺ. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കണം. അതും ഒരു 3-4 സ്പൂൺ. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ എന്തോരം വേണം എന്നുള്ളത് ചെയ്യുക. അതിനനുസരിച്ച് ഞാനൊരു 3 സ്പൂണാണ് പരിധി വെച്ച്. എന്നിട്ടത് മിക്സ് ചെയ്യാം. നല്ല ഫ്ലേവറിലാണ് വെക്കുന്നത്. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇടാം. എരിവ് വേണമെന്നുള്ളവർക്ക്, ഇല്ലെങ്കിൽ ഈ മുളക് ഇടണ്ട. നമ്മൾ റെഡ് ചില്ലി, ഞാനൊരു 3/4 സ്പൂണ് റെഡ് ചില്ലി ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് പഞ്ചസാര അത് ആഡ് ചെയ്യണം. നമ്മൾ ഈ സോസുകൾക്ക് ഇച്ചിരി പുളി രസം ഉണ്ടാവും. ആ പുളി രസത്തിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നമുക്ക് അതിൽ ഒരു സാധനം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. നമ്മുടെ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ചേർത്ത്, തരി ഇടണ്ട. എന്നിട്ട് നമുക്ക് തിളച്ച് വന്നിട്ട് അങ്ങനെ കുറുകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ചില്ലി ചിക്കൻ റെഡിയാണ്. നമ്മൾ തീ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ ഈ വേപ്പിൻ്റെ ഇല നമ്മൾ ഇടാം. ലാസ്റ്റ് വേപ്പിൻ്റെ ഇല നമ്മളൊന്ന് ഇളക്കി റെഡിയായി. നമുക്ക് സെർവ് ചെയ്യാൻ പ്ലേറ്റിലേക്ക് പകർത്താം. ലാസ്റ്റ് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഭാഗം നമ്മൾ എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. സെർവ് ചെയ്യുമ്പോൾ ഇട്ടുള്ളതാണ് അത്. ചില്ലി ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക, ഉണ്ടാക്കി കഴിച്ചു നോക്കുക. ഇതിന് പിന്നെ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന് നിങ്ങൾക്ക് സോസുകൾ, ഞാനിതിൽ ഇച്ചിരി പുളി രസമുള്ള ഹോട്ട് സോസാണ് ചേർത്തേക്കുന്നത്. അത് ഹോട്ട് സോസിന് പുളിയുള്ളതുണ്ട്, പുളി കുറഞ്ഞതുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചേർക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പല ഫ്ലേവർ ഇതിന് കിട്ടും. പിന്നെ ഇതിന് കളറൊന്നും ചേർക്കാത്ത തന്നെ ഇതാണിത്. കളർ ഇതിൽ ചിലർ കളർ ചേർക്കും, റെഡ്നെസ്സായിട്ടിരിക്കും. ഇത് ഞാൻ കളർ ചേർക്കാതെ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, മറ്റുള്ള കളറുകളൊന്നും ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളെ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങളുടെ ഓരോ ഫ്ലേവറിനനുസരിച്ച് ഈ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില അരിഞ്ഞിടാം. അതുപോലെ ഫ്ലേവർ എങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതും കഴിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എന്താ പറയണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അവരോട് പറ.
സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയണം. നോട്ടിഫിക്കേഷൻ ബെല്ല് അടിക്കണം. ഗുഡ്. അപ്പൊ കേട്ടില്ലേ, കുഞ്ഞൂസാണത്. ഇത് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കും. എല്ലാരും ചെയ്യണേ, കൊച്ചിന്റെ റിക്വസ്റ്റ് ആണ്. ഓക്കെ.